ഹായ്, വെൽക്കം ടു ഫുഡ് ആൻഡ് റൂട്ട് ബൈ പാറു. ഇന്ന് നമ്മളൊരു കിടിലം കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടാലോ? അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. എന്നിട്ട് നമുക്കിത് ഒരു 15-20 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഒന്ന് മസാല കൊഞ്ചിലോട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ്. 20 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായ ശേഷം പുരട്ടി വച്ചേക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും 4-5 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം എന്നിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയും കൂടി അരിഞ്ഞ് ചേർക്കാം. വലുതാണെങ്കിൽ ഒരു 2 ആയാലും മതിയാവും. 2 വലിയ സവാള എടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയ ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എന്നിട്ടൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതാവുമ്പോൾ നല്ല കളർ കിട്ടും, എരിവ് അത്ര കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കൊഞ്ച് നന്നായിട്ടൊന്ന് ആ മസാലയിലോട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നിറയെ ഒഴിക്കരുത്, ഒരു 1/2 ഗ്ലാസ് മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം.
10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അടി പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കുറവുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറവുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. സോയാ സോസ് നിങ്ങളെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.